വെൽക്കം. തഹ്മാനാണ്. ജനറൽ അനസ്തെറ്റിക്സ്, അനസ്തീഷ്യയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ. ഈ വീഡിയോ സീരീസിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്, ഫസ്റ്റ് വീഡിയോ. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഒന്ന്, എന്താണ് ജനറൽ അനസ്തെറ്റിക്സ്? ജനറൽ അനസ്തെറ്റിക്സ്, അനസ്തീഷ്യ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട്, വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് അനസ്തീഷ്യ? അനസ്തീഷ്യയുടെ സ്റ്റേജസ് ഏതെല്ലാമാണ്, എന്തൊക്കെയാണ്? മൂന്നാമത് നമ്മൾ പറയുന്നത് വാട്ട് ആർ ദ ഡ്രഗ്സ്? സോ മരുന്നുകൾ, അനസ്തെറ്റിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതെല്ലാമാണ്, ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻഡ് നാലാമത് നമ്മൾ പറയുന്നത് എങ്ങനെ ഇവ പ്രവർത്തിക്കുന്നു. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് അനസ്തെറ്റിക്സ്. സോ ഇത്രയും കാര്യങ്ങൾ, 4 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം, എന്താണ് ജനറൽ അനസ്തെറ്റിക്സ്? ജനറൽ അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ അനസ്തെറ്റിക്സിൽ 2 വാക്കുണ്ട്. ഒന്ന്, ഫസ്റ്റ് വാക്ക് ജനറൽ എന്ന വാക്കാണ്, ജനറൽ. രണ്ടാമത്തെ വാക്ക് അനസ്തെറ്റിക്സ് എന്നതാണ്. സോ ജനറൽ എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് CNS-ൽ പ്രവർത്തിക്കുന്നു എന്നാണ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നു, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ പ്രവർത്തിച്ചിട്ട് ലോസ് ഓഫ് കോൺഷ്യസ്നസ്, ലോസ് ഓഫ് കോൺഷ്യസ്നസ്, അബോധാവസ്ഥ ഉണ്ടാക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ ജനറൽ എന്ന് പറയും, ജനറൽ അനസ്തെറ്റിക്സ്. മറ്റൊരു വാക്കുണ്ട് ഇതേപോലെ, ജനറൽ അല്ല, നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ലോക്കൽ, ഓർ അതിന് നമുക്ക് റീജിയണൽ എന്നും വിളിക്കും. ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ CNS-ൽ പ്രവർത്തിക്കുന്നില്ല, അതാണ് ഇവിടുത്തെ വ്യത്യാസം. പിന്നെ എവിടെയാണ് ആക്ട് ചെയ്യുന്നത് വെച്ചാൽ, അവിടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലാണ് ആക്ട് ചെയ്യുക, PNS-ൽ മാത്രമാണ് ആക്ട് ചെയ്യുക. സോ നോ ലോസ് ഓഫ് കോൺഷ്യസ്നസ്, അവിടെ LOC ഇല്ല, ലോസ് ഓഫ് കോൺഷ്യസ്നസ് ഉണ്ടാക്കുന്നില്ല, അബോധാവസ്ഥ ഉണ്ടാക്കുന്നില്ല. സോ ഇവിടെ ജനറൽ അനസ്തെറ്റിക്സ് രോഗികളിൽ അബോധാവസ്ഥ ഉണ്ടാക്കുന്നു, അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തത് അനസ്തീഷ്യ എന്ന വാക്കാണ്. അനസ്തീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ഡ്രഗ്സ് വിച്ച് പ്രൊഡ്യൂസസ് റിവേഴ്സിബിൾ ലോസ് ഓഫ് സെൻസേഷൻ, ലോസ് ഓഫ് സെൻസേഷൻ ടു, എന്തിനോടാണ്? ടു നോക്ഷ്യസ് ഓർ പെയിൻഫുൾ സ്റ്റിമുലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമകരമായ, വേദനാജനകമായ സ്റ്റിമുലയോട് താൽക്കാലികമായി, റിവേഴ്സിബിൾ, പ്രതികരിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ അനസ്തീഷ്യ എന്ന് പറയുന്നത്. മരുന്ന് മാറ്റി കഴിയുമ്പോൾ വീണ്ടും വേദന തിരിച്ചു വരും, ബോധവും തിരിച്ചു വരും. സോ അനസ്തെറ്റിക്സിൽ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ലോസ് ഓഫ് കോൺഷ്യസ്നസ് പറഞ്ഞു, രണ്ടാമത്തത് ലോസ് ഓഫ് സെൻസേഷൻ. 2 കാര്യങ്ങൾ നഷ്ടപ്പെടും, അത് രണ്ടും റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ ലോസ് ഓഫ് കോൺഷ്യസ്നസ് ആൻഡ് റിവേഴ്സിബിൾ ലോസ് ഓഫ് സെൻസേഷൻ ഉണ്ടാക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ ജനറൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയേണ്ടത് സ്റ്റേജസ് ഓഫ് അനസ്തീഷ്യ ആണ്. സ്റ്റേജസ് ഏതൊക്കെയാണ് എന്ന് പറയാം. സോ ഇത് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് ഗഡലാണ്, GUEDEL, ഗഡൽ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്നത് ഈതറാണ്, ഈതർ വെച്ചിട്ടാണ് ഇത് പറഞ്ഞത്, ഡൈഈഥൈൽ ഈതർ. ഇതൊരു സ്ലോ ആക്ടിങ്, സാവധാനം ആക്ട് ചെയ്യുന്ന ഒരു അനസ്തെറ്റിക് ആണ്, സ്ലോ ആക്ടിങ് അനസ്തെറ്റിക് ആണ് ഈ സംഭവം. ഈ സ്ലോ ആക്ടിങ് മരുന്നുകൾക്ക് മാത്രമേ ഈ പറയുന്ന ഈ സ്റ്റേജസ് എല്ലാം കൃത്യമായിട്ട് കാണിക്കാനായിട്ട് പറ്റൂ. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മോഡേൺ അനസ്തീഷ്യയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾക്കൊന്നും ഈ പറയുന്ന എല്ലാ സ്റ്റേജും ഇല്ല, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ഞാൻ പറയുന്നത് ഗഡൽ സ്റ്റേജസ് ഓഫ് ഈതർ അനസ്തീഷ്യ എന്നാണ് ഇതിന് പറയുക. അദ്ദേഹം അതിനെ 4 സ്റ്റേജ് ആക്കിയത്, 4 സ്റ്റേജസ്. സോ നമ്മൾ മരുന്ന് കൊടുക്കുന്നു. സ്റ്റേജ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേജ് 1 നമ്മൾ അനാൾജസിയ സ്റ്റേജ് എന്നാണ് വിളിക്കുക, അനാൾജസിയ സ്റ്റേജ് എന്നാണ് ഈ സ്റ്റേജിനെ നമ്മൾ വിളിക്കുക. ഇവിടെ ആൾക്ക് ബോധമുണ്ട്, കോൺഷ്യസ്നസ് ഉണ്ട്, കോൺഷ്യസ്നസ് ഈസ് നോട്ട് ലോസ്, നോ ലോസ് ഓഫ് കോൺഷ്യസ്നസ്. പക്ഷെ വേദന, പെയിൻ പോയി. സോ ലോസ് ഓഫ് പെയിൻ സെൻസേഷൻ കുറഞ്ഞു അല്ലെങ്കിൽ ഇല്ല. രോഗിയുടെ ഓട്ടോണോമിക് റിഫ്ലക്സുകൾ എല്ലാം തന്നെ നോർമലാണ്, നോർമൽ ആയിട്ടുള്ള ഓട്ടോണോമിക് റിഫ്ലക്സുകളാണ്. ഉദാഹരണം കാർഡിയോ റെസ്പിറേറ്ററി ഡിപ്രഷൻ, അതൊന്നുമില്ല, നോ കാർഡിയോ റെസ്പിറേറ്ററി ഡിപ്രഷൻ. ഹൃദയത്തിൽ നോ എഫക്ട് ഓൺ ഹാർട്ട്. എല്ലാ പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സസുകളും ഉണ്ട്. സോ നോ ലോസ് ഓഫ് പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സസ്. സോ ഈ സ്റ്റേജ് സർജറിക്കൊന്നും പറ്റില്ല, നോട്ട് ഗുഡ് ഫോർ സർജറി. എന്തിനെങ്കിലും ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേബറിൽ ഉപയോഗിക്കാം, ചൈൽഡ് ഡെലിവറിയിൽ നമുക്ക് ഈ സ്റ്റേജ് ഉപയോഗിക്കാം, ചൈൽഡ് ഡെലിവറിയിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റിയ ഈ സ്റ്റേജാണ് സ്റ്റേജ് 1. ഇവിടെ വെച്ച് മരുന്നിന്റെ അളവ് വർദ്ധിപ്പിച്ചാൽ നമ്മൾ സ്റ്റേജ് 2ലേക്ക് എത്തുന്നു. സ്റ്റേജ് 2നെ നമ്മൾ വിളിക്കുക സ്റ്റേജ് ഓഫ് ഡെലീറിയം എന്നാണ്, ഡെലീറിയം, ഓർ അതിന് നമുക്ക് വേറെ പേര് വിളിച്ചാൽ സ്റ്റേജ് ഓഫ് എക്സൈറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ രോഗി ഇവിടെ അക്യൂട്ട് കൺഫ്യൂഷണൽ സ്റ്റേജ് ആണ്, രോഗി കൺഫ്യൂഷണൽ സ്റ്റേറ്റിൽ ആണ് ഉള്ളത്. ഇതും ഇൻഹിബിറ്ററി ആക്ഷൻ മൂലമാണ്. എന്തിനാണ് ഇൻഹിബിറ്ററി എന്ന് വെച്ചാൽ, ഇവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് CNS-ലെ ഇൻഹിബിറ്ററി നെർവ് ഇമ്പൾസസിനെ ഇൻഹിബിറ്റ് ചെയ്യാം. സോ ഇൻഹിബിഷൻ ഓഫ് CNS-ലെ ഇൻഹിബിറ്ററി നെർവ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റിമുലേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഒരു എക്സൈറ്റ്മെന്റ്
മൂവ്മെന്റ് ഉണ്ടാകും. സോ പേഷ്യന്റ് വിൽ സ്ട്രഗിൾ, പേഷ്യന്റ് സ്ട്രഗിൾ ചെയ്യും, പ്രൊസീജിയർ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. സോ കഫ് ഉണ്ടായിരിക്കും, ചുമ അല്ലെങ്കിൽ തുമ്മൽ, സ്നീസിങ് അങ്ങനെയൊക്കെ തുടങ്ങും. ദെൻ ബ്രെത്ത് ഹോൾഡിങ്, ശ്വാസം ഇങ്ങനെ പിടിച്ചു വെക്കും, ബ്രെത്ത് ഹോൾഡിങ് ഉണ്ടാക്കും. ദെൻ മസിൽ ടോൺ, ആളുടെ മസിൽ ടോൺ ഈസ് ഹൈലി ഇൻക്രീസ്ഡ്. അപ്പൊ അതുകൊണ്ട് മസിൽ ടോൺ കൂടുമ്പോൾ റിജിഡിറ്റി ഉണ്ടാകും, റിജിഡിറ്റി ഓഫ് ദ മസിൽ. ആൻഡ് ലാരിഞ്ചിയോസ്പാസം, ലാരിഞ്ചിയോസ്പാസം, ലാരിങ്സ് ഇങ്ങനെ അടഞ്ഞിരിക്കുകയായിരിക്കും, വാ തുറക്കത്തില്ല. ജോ വിൽ ബിക്കം റിജിഡ്, ജോ റിജിഡ് ആണ്. അപ്പൊ നമുക്ക് ട്യൂബോ എൻഡോട്രക്കിൽ ട്യൂബൊക്കെ വയറിലേക്ക് കയറ്റണമെന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ആൻഡ് ഓട്ടോണോമിക് റിഫ്ലക്സോ, ഓട്ടോണോമിക് റിഫ്ലക്സ് നോക്കിക്കഴിഞ്ഞാൽ റെസ്പിറേഷൻ ഈസ് ഇറഗുലർ, ഇറഗുലർ റെസ്പിറേഷൻ ആണ്. ഹാർട്ട് റേറ്റ് HR ഈസ് ഇൻക്രീസ്, ഹാർട്ട് റേറ്റ് വർദ്ധിച്ചു. സോ ഈ സ്റ്റേജ് ഒന്നിനും പറ്റത്തില്ല, രോഗി ഒന്നിനും സമ്മതിക്കത്തില്ല. സോ ദിസ് സ്റ്റേജ് ഈസ് അൺഡിസൈറബിൾ സ്റ്റേജ്, ഒരു അനസ്തെറ്റിക്കിനും ആഗ്രഹമില്ലാത്ത സ്റ്റേജ് ആണ്. നോ യൂസ്, ഈ സ്റ്റേജിൽ ഒരു ആക്ഷനും അല്ലെങ്കിൽ സർജന് ഒരു ആക്ഷൻ നടക്കില്ല. ഇനിയും നമ്മൾ ഡോസ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജ് 3ലേക്കാണ് എത്തുക, സ്റ്റേജ് 3ലേക്ക്. സോ ഞാൻ ഈ പറഞ്ഞ സ്റ്റേജ് 1ഉം 2ഉം പുതിയ മോഡേൺ അനസ്തെറ്റിക്സിന് ഇല്ല. സോ മോഡേൺ അനസ്തെറ്റിക്സ് നേരിട്ട് സ്റ്റേജ് 3ലേക്കായിരിക്കും എത്തുക. ഓക്കെ, സ്റ്റേജ് 3 ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേജ് ഓഫ് സർജിക്കൽ അനസ്തീഷ്യ എന്നാണ് വിളിക്കുന്നത്. സർജിക്കൽ അനസ്തീഷ്യ എന്ന് വെച്ചാൽ നമുക്ക് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാനുള്ള സ്റ്റേജ് ആണ്. ഏറ്റവും നല്ല സ്റ്റേജ് ഇതാണ്. ഇതിനെ നമ്മൾ വീണ്ടും 4 പ്ലെയിനുകളാക്കി തിരിച്ചു. ഇതിന്റെ പ്ലെയിൻ 1ൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലെയിൻ 1ൽ നമ്മുടെ റിഫ്ലക്സുകൾ അങ്ങ് കുറയുകയാണ്, പല റിഫ്ലക്സുകളും പോകുന്നു, ഓട്ടോണമിക് റിഫ്ലക്സുകളും കുറയുകയാണ്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഈ പ്ലെയിൻ 1ൽ നടക്കുക. ഒന്ന് നമ്മുടെ കൺജങ്ക്ടൈവൽ റിഫ്ലക്സ്, കൺജങ്ക്ടൈവ എന്ന് വെച്ചാൽ കണ്ണിന്റെ മുകളിലുള്ള ആ ലെയറിനെയാണ് കൺജങ്ക്ടൈവൽ റിഫ്ലക്സ് പോയി, ലോസ്. പ്യൂപ്പിൾ, നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിൾ, കൃഷ്ണമണി എന്നായിരിക്കും പറയാ, അത് ചുരുങ്ങുന്നു, കൺസ്ട്രക്റ്റഡ് പ്യൂപ്പിൾ ആണ്, പ്യൂപ്പിൾ ബിക്കം കൺസ്ട്രക്റ്റഡ്. സോ ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത. രണ്ടാമത്തത് സ്കിന്നിലുള്ള ക്യൂട്ടേനിയസ് റിഫ്ലക്സസ് പോയി, ക്യൂട്ടേനിയസ് റിഫ്ലക്സസ് ലോസ്. സോ ചർമ്മത്തിൽ എന്ത് ചെയ്താലും പ്രശ്നമില്ല. സോ ഇവിടെ സർജന് നമുക്ക് എന്ത് ചെയ്യാം, സർജന് ഒരു സ്കിൻ ഇൻസിഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. സ്കിൻ ഇൻസിഷൻ, സ്കിന്നിൽ സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ട് പതിയെ മുറിക്കാം. ഇനി ഇതിന്റെ പ്ലെയിൻ 2ൽ കോർണിയൽ റിഫ്ലക്സ് പോയി. കണ്ണിലുള്ള ഇത് കൺജങ്ക്ടൈൽ ആയിരുന്നു, ഇപ്പൊ കോർണിയൽ റിഫ്ലക്സ് നഷ്ടപ്പെട്ടു. കോർണിയൽ റിഫ്ലക്സ് പോയിട്ട് പീപ്പിൾ നേരെ കൺസ്ട്രക്റ്റഡ് ആണെങ്കിൽ ഇപ്പൊ അത് ബിഗാൻ ടു ഡയലേറ്റ് ചെയ്തു തുടങ്ങുന്നു. പീപ്പിൾ ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ആണെങ്കിൽ പീപ്പിൾ ചെറുതായി. ആൻഡ് മസിൽ ടോൺ കുറഞ്ഞു വരുന്നു. മസിൽ ടോൺ ഈസ് നൗ ഡിക്രീസിങ്. സോ ലാരിഞ്ചിയൽ റിഫ്ലക്സ് പോയി. ലാരിഞ്ചിയൽ റിഫ്ലക്സ് പോയി കഴിഞ്ഞാൽ എന്താവണം, നമുക്ക് എൻഡോട്രക്കിയൽ ട്യൂബ് പോലെയുള്ള ട്യൂബ് കഴുത്തിലൂടെയൊക്കെ ഇടുന്ന, വായിലൂടെയൊക്കെ ഇടുന്ന ട്യൂബൊക്കെ നമുക്ക് കടത്തി വിടാനായിട്ട്, ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും ലാരിഞ്ചിയൽ റിഫ്ലക്സ് പോകുമ്പോൾ. ദെൻ പെരിറ്റോണിയൽ റിഫ്ലക്സും പോയി. പെരിറ്റോണിയൽ റിഫ്ലക്സ് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അബ്ഡോമിനൽ ഇൻസിഷൻ ഉണ്ടാക്കാം. സോ ഇവിടെ നേരത്തെ സ്കിൻ ഇൻസിഷൻ ഉണ്ടാക്കി, ഇവിടെ നമുക്ക് അബ്ഡോമിനൽ ഇൻസിഷൻ. സോ സർജറി തുടങ്ങാം. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ 3 ആണ്. പ്ലെയിൻ 3 ആവുമ്പോഴത്തേക്കും ലൈറ്റ് റിഫ്ലക്സ് കംപ്ലീറ്റ് ആയിട്ട് പോയി. സോ ലൈറ്റ് റിഫ്ലക്സ് കംപ്ലീറ്റ് ആയിട്ട് പോയി. കണ്ണിൽ ലൈറ്റ് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കണ്ണ് പ്രതികരിക്കില്ല. മാത്രമല്ല ഈ പ്യൂപ്പിൾസ് പരമാവധി ഡയലേറ്റഡ് ആവും. സോ ഇവിടെ ഡയലേറ്റ് ചെയ്ത് തുടങ്ങിയായിരുന്നു, ഇവിടെ വിൽക്കും പരമാവധി ഡയലേറ്റഡ് ആയി. മസിൽ ടോൺ മിക്കവാറും ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫേസ് ആണ് പ്ലെയിൻ 3 ഓഫ് ദ സ്റ്റേജ് 3. അടുത്ത ഫേസിലേക്കും പ്ലെയിൻ 4ലും നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത പ്ലെയിൻ എന്ന് വെച്ചാൽ പ്ലെയിൻ 4 ആണ്. 4ാമത്തെ പ്ലെയിൻ ഓഫ് സ്റ്റേജ് 3 സംഭവിക്കുക ഒരു തരം റിഫ്ലക്സും ഇല്ല, എല്ലാ തരം റിഫ്ലക്സുകളും ഇല്ലാത്ത അവസ്ഥ. ഓൾ റിഫ്ലക്സസ് ആർ ലോ. മസിൽ ടോൺ ഈസ് നൗ മാക്സിമലി ഡിക്യൂസ്ഡ്, ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന, ഫുള്ളി റിലാക്സ്ഡ് ആണ്. സോ നമുക്ക് ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം, ഇതിൽ കൂടുതൽ ഇനി ഡ്രഗ് കൊടുക്കാനായിട്ട് പാടില്ല. അടുത്ത സ്റ്റേജ് ഓർ ലാസ്റ്റ് സ്റ്റേജ് ഈസ് 4th സ്റ്റേജ്. സ്റ്റേജ് 4 ആണ്. സ്റ്റേജ് 4നെ നമുക്ക് സ്റ്റേജ് ഓഫ് മെഡുല്ലറി പാരാലിസിസ് എന്ന് വിളിക്കാം. മെഡുല്ലറി പാരാലിസിസ്. മെഡുല്ല എന്തിനാണ്? മെഡുല്ല ബ്രെയിൻ സ്റ്റെമ്മിലാണ്. മെഡുല്ല കണ്ടെയ്ൻസ് കൺട്രോൾ സെന്റേഴ്സ്. അവിടുത്തെ സെന്റേഴ്സ് എല്ലാം പാരാലിസിസ് ആകും. എന്തൊക്കെയാണ് കൺട്രോൾ സെന്റേഴ്സ് ഉള്ള? റെസ്പിറേറ്ററി സെന്റർ, കാർഡിയോവാസ്കുലർ സെന്റർ, ഇങ്ങനെയൊക്കെയുള്ള ജീവിതം പിടിച്ച് നിർത്തുന്ന എല്ലാ സെന്ററുകളും മെഡുല്ലയിലാണ്. സോ മെഡുല്ലയിൽ പാരാലിസിസ് ആവുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണമാണ്. സോ ഡെത്തിലേക്കാണ് പോകുക ഈ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ. സോ നമുക്ക് ഈ സ്റ്റേജ് ആവശ്യമില്ല. വി ഡോണ്ട് വാണ്ട് ദിസ് സ്റ്റേജ്. സോ സ്റ്റേജ് 4ൽ നമുക്ക് പോകണ്ട, പകരം നമുക്ക് സ്റ്റേജ് 3ൽ മതി. സ്റ്റേജ് 3യുടെ തന്നെ പ്ലെയിൻ 3ക്കും 4നും ഇടയിലാണ് നമുക്ക് വേണ്ടത്. സോ ഇൻ ബിറ്റ്വീൻ പ്ലെയിൻ 3 and 4 ഇതിനകത്ത് മരുന്ന് ഉപയോഗിച്ചിട്ട് അനസ്തെറ്റിക് ഉപയോഗിച്ചിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഒരു അനസ്തെറ്റിസ്റ്റിന്റെ പ്രധാന ജോലി. സോ അനസ്തെറ്റിക്സ് ഹാസ് ടു റെഗുലേറ്റ് ദ ഡ്രഗ് എഫക്ട്, കമ്പൈനിങ് ദ ഡ്രഗ് എഫക്ട് ആൻഡ് ഈ സ്റ്റേജിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുക രോഗിയെ സർജറി തീരുന്നത് വരെ. ഇനി പരീക്ഷയ്ക്ക് എഴുതുന്ന ആൾക്കാർ KD ത്രിപാഠിയിൽ ഇതിന്റെ ഒരു പിക്ചറൈസ് റെപ്രസെന്റേഷൻ ഉണ്ട്, അത് നോക്കി വരച്ച് പഠിക്കുക.
അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇനി മോഡേൺ അനസ്തീഷ്യയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബാലൻസ്ഡ് അനസ്തീഷ്യ. സോ വി യൂസ് ബാലൻസ്ഡ് അനസ്തീഷ്യ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഏതെങ്കിലും ഒരു മരുന്ന് ഉപയോഗിക്കുകയല്ല, ബാലൻസ് അനസ്തീഷ്യ എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക. സോ 5 കാര്യങ്ങൾ വേണം, 5 കമ്പോണൻസ് ആണ് നമുക്ക് വേണ്ടത്. ഒന്ന്, നമുക്ക് വേദന അറിയാൻ പാടില്ല, അനാൾജസിയ വേണം. ഓക്കെ, അത് വേണം. രണ്ടാമത്തത്, നമുക്ക് റിലാക്സ്ഡ് ആയിരിക്കണം, മസിൽ റിലാക്സേഷൻ നമുക്ക് വേണം, മസിൽ റിലാക്സേഷൻ ഉണ്ടാക്കണം. മൂന്നാമത്തത്, നടന്ന ഒന്നും ഓർക്കാൻ പാടില്ല, അംനേഷ്യ, അല്ലെ, സർജറിയുടെ സമയത്ത് നടന്ന കാര്യങ്ങൾ ഒന്നും ഓർക്കാതിരിക്കണം. അഞ്ചാമത്തത്, സർജറി ചെയ്യുമ്പോൾ ബോധം ഉണ്ടാകാൻ പാടില്ല, ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാക്കണം. അഞ്ചാമത്തത്, എല്ലാത്തരം റിഫ്ലക്സുകളും, ഓൾ റിഫ്ലക്സസ് ഹാസ് ടു ബി ബ്ലണ്ടഡ് ഓർ അബോളിഷ്ഡ്. എനി നോക്ഷ്യസ് സ്റ്റിമുലൈ, സർജിക്കൽ എക്സെട്ര, അതിനോടൊന്നും ശരീരം പ്രതികരിക്കാൻ പാടില്ല. സോ ഇങ്ങനെയുള്ള ഒരു 5 കണ്ടീഷനാണ് നമുക്ക് ഏതൊരു ഡ്രഗ്സ് കൊടുക്കുമ്പോഴും വേണം. ഇത് നമ്മൾ ഒറ്റ ഒരു മരുന്ന് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നടക്കില്ല. ദർ ഈസ് നോ സച്ച് ഡ്രഗ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ പലതരം മരുന്നുകൾ, ഡ്രഗ് എ, ഡ്രഗ് ബി, ഡ്രഗ് സി, ഡ്രഗ് ഡി, ഇങ്ങനെയൊക്കെയുള്ള പല മരുന്നുകൾ കമ്പൈൻ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ് ആണ് ഡ്രഗ് ആയിട്ട് നമ്മൾ കൊടുക്കുക. സോ ഇതിനുപയോഗിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ ജനറൽ അനസ്തെറ്റിക്സ് മരുന്നുകൾ എന്ന് പറയാം. സോ ജനറൽ അനസ്തെറ്റിക് ഈസ് നോട്ട് എ സിംഗിൾ ഡ്രഗ്, ഇറ്റ്സ് യൂഷ്വലി എ കോമ്പിനേഷൻ ഓഫ് വേരിയസ് ഡ്രഗ്സ്. അപ്പൊ നമുക്ക് മരുന്നുകളെ പറ്റി പറയാൻ സമയമായി. ഏതെല്ലാമാണ് മരുന്നുകൾ, നമുക്ക് ഇവ എങ്ങനെ കൊടുക്കുന്നു, വാട്ട് റൂട്ട് വി ഗിവ്, ഏത് റൂട്ട് വഴിയാണ് കൊടുക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഇവയെ ഇനീഷ്യൽ ക്ലാസിഫൈ. നമ്മൾ മൂക്കിലൂടെ, ലങ്സിലൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവയെ ഇൻഹലേഷണൽ എന്നാണ് വിളിക്കുക. ഇൻഹലേഷൻ ഇല്ല, നമ്മൾ കുത്തിവയ്പ്പാണ്, ഇൻട്രാവീനസ്, വെയിനിലേക്ക് ഡയറക്റ്റ് കുത്തിവയ്ക്കുകയാണെങ്കിൽ നമ്മൾ IV എന്ന് പറയും. സോ കുത്തിവയ്പ്പായിട്ട് കൊടുക്കാം, ഇൻഹലേഷൻ ആയിട്ടും കൊടുക്കും. സോ ഇൻഹലേഷണൽ മൂക്കിലൂടെ ഒരു പ്രത്യേക ഇൻസ്ട്രുമെന്റ് വഴി ശ്വസിപ്പിക്കുകയാണ് ചെയ്യുക. ഇത് തന്നെ 2 സംഭവങ്ങൾ നമുക്ക് കൊടുക്കാം. ഒന്ന്, അവ ജന്മനാ ഗ്യാസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അവ ചൂടാക്കിയിട്ട് ഗ്യാസ് ആയിരിക്കും. ചൂടാക്കിയിട്ട് ഗ്യാസ് ആക്കുന്നതിനെ നമ്മൾ വോളറ്റൈൽ ലിക്വിഡ്സ് എന്നാണ് പറയാം. വോളറ്റൈൽ ലിക്വിഡ്സ് ആയിരിക്കും. സോ ലിക്വിഡ്സ് തുറന്നു വെക്കുമ്പോഴത്തേക്കും കുറച്ച് ചൂടാക്കി ഇങ്ങോട്ട് കൊടുത്താൽ ഗ്യാസ് ആയിട്ട് മാറും. സോ ഗ്യാസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നൈട്രസ് ഓക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡ് ആണ് ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊരു പേര് ഇതിന്റെ ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്ന പേരും ഇതിനുള്ളതാണ്. ദെൻ എൻഡോനോക്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. എൻഡോനോക്സ് മറ്റൊന്നുമല്ല, നൈട്രസ് ഓക്സൈഡും ഇതിന്റെ കൂടെ ഓക്സിജനോ എയറും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പല കോമ്പിനേഷൻ കൊടുക്കാം. അതിനെയാണ് നമ്മൾ എൻഡോനോക്സ് എന്ന് പറയാം. പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ള സംഭവമല്ല. ദെൻ സിനോൺ, സിനോൺ എന്ന് പറയുന്നതും ഹീലിയം. സോ ഇത് രണ്ടും ഇനേർട്ട് ഗ്യാസ് ആണ്. ഇനേർട്ട് ഗ്യാസ്, വേറെ എവിടെയും ഒന്നും ആക്ഷൻ ഇല്ലാത്ത സംഭവങ്ങളാണ്. സോ ഇതൊക്കെയാണ് ഗ്യാസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇനി വോളറ്റൈൽ ലിക്വിഡ്സ് ആയിട്ട് കൊടുക്കുന്നത്, അത് ഞാൻ പറഞ്ഞു, ഇവാപറേറ്റ് ചെയ്ത് ഗ്യാസ് ആകും. അപ്പൊ ചെറുതായിട്ടും ചൂടാക്കി കൊടുക്കേണ്ടി വരും. സോ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ക്ലോറോഫോം ഒക്കെയാണ് ആദ്യകാലം. ദെൻ ഈതർ ഉണ്ട്, സൈക്ലോപ്രൊപ്പെയിൻ എന്ന് പറയുന്ന സംഭവമുണ്ട്, ട്രൈലീൻ, ട്രൈഈലീൻ. സോ ഇതെല്ലാം ആദ്യകാലത്തൊക്കെ ഉപയോഗിച്ചിട്ടിരുന്നതാണ്. പക്ഷെ ഇവയിൽ പലതും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാകാം ചില സ്ഥലങ്ങളിലൊക്കെ. പിന്നീട് വന്നത് ഹാലോതെയ്ൻ ആണ്. ഹാലോതെയ്ൻ വൈഡായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടിരുന്നതാണ്, പക്ഷെ ഇപ്പൊ ഇത്തിരി കുറവാണ് ഉപയോഗം. ദെൻ കംസ് ദ ഫ്ലൂറിനേറ്റഡ് ഹൈഡ്രോ കാർബൺസ് വന്നതോടുകൂടി പിക്ചർ മാറി. ഇപ്പൊ എല്ലായിടത്തും ഇത് മാത്രമാണ് ഉപയോഗിക്കുക. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് മീത്തോക്സി ഫ്ലൂറൈൻ ഉണ്ട്. മീത്തോക്സി ഫ്ലൂറൈൻ ഉപയോഗത്തിലുണ്ടോ എന്നറിയില്ല. എൻഫ്ലൂറൈൻ, അത് ഉപയോഗം കുറവാണ്, കാരണം അപസ്മാരമൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഐസോഫ്ലൂറൈൻ ഉണ്ട്. ഡെസ്ഫ്ലൂറൈൻ ഉണ്ട്. ദെൻ സീവോ കുറച്ച് സ്വീറ്റ് ആണ്. സീവോ ഫ്ലൂറൈൻ പോലെയുള്ള. സോ ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് 3 ഐസോഫ്ലൂറൈൻ, ഡെസ്ഫ്ലൂറൈൻ ആൻഡ് സീവോഫ്ലൂറൈൻ ആണ് സംഭവം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ദെൻ ഹാലോതെയ്ൻ എവിടെയെങ്കിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യം അറിയില്ല, എങ്കിലും നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള മരുന്നാണ്. ഇതെല്ലാം അധികം ഒന്നും ഉപയോഗിക്കുന്നില്ല. ദെൻ ഇവിടെ നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഇത്തിരി വിലയൊക്കെ കൂടുതലായിരിക്കും. സോ ഇതാണ് ഇൻഹലേഷണൽ ഏജൻസ്. അടുത്തത് ഇൻട്രാവീനസ് ഏജൻസ് ആണ്. ബ്ലഡിലേക്ക്, വെയിനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കുത്തിവെക്കുക. സോ ഇത് പ്രധാനമായിട്ടും IV ഇൻഡക്ഷന് വേണ്ടിയിട്ടാണ്. IV ഇൻഡ്യൂസേഴ്സ് എന്നാണ് പറയുക, ഇൻഡക്ഷൻ ഏജൻസ്. സോ ഇതാദ്യം കൊടുക്കും, എന്നിട്ട് നമ്മൾ മറ്റേത് ഇൻഹലേഷണൽ ഏജൻസ് കൊടുത്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. സോ സർജിക്കൽ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഇൻഹലേഷൻ ഏജൻസും തുടങ്ങാനായിട്ട് നമ്മൾ ഇത് കൊടുക്കും. സോ അതിനാണ് നമ്മൾ ഇൻഡ്യൂസേഴ്സ് എന്ന് പറയും. ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ തയോപെൻഡോൺ സോഡിയം ഉണ്ട്. തയോപെൻഡോൺ സോഡിയം ഇത് പ്രധാനപ്പെട്ട ഒരു ഡ്രഗ് ആണ്. ദെൻ മെത്തോഹെക്സിറ്റോൺ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചേക്കാം. മെത്തോഹെക്സിറ്റോൺ സോഡിയം, ഇത് രണ്ടും ബാർബിറ്റുറേറ്റ്സ് ഗ്രൂപ്പിൽ വരുന്ന മരുന്ന്. ദെൻ പിന്നെ ഉള്ളത് എറ്റോമിഡേറ്റ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. എറ്റോമിഡേറ്റ്. ദെൻ പിന്നെ ഉള്ളത് പ്രൊപ്പഫോൾ അധികവും ICUലൊക്കെ ആളിങ്ങനെ ഉറക്കിക്കെടുത്താനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ്. ദെൻ പിന്നെ ഉള്ളത് കീറ്റാമിൻ ഒരു ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക് ആണ്. ഡിസോസിയേറ്റീവ് അനസ്തീഷ്യ
അതിനു വേണ്ടി ഉപയോഗിക്കാവുന്ന മരുന്നാണ്, പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു മരുന്ന്. ഇതാണ് പ്രധാനമായിട്ടും ഇൻഡ്യൂസേഴ്സ്. ഇനിയുള്ളത് അഡ്ജുവൻസ് ആണ്. അഡ്ജുവൻസ് ഇതിന്റെ കൂടെ തന്നെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അഡ്ജുവൻസ് എന്ന് നമുക്ക് ഇതിനെ പെടുത്താം. ഒന്ന് ഡെക്സ് മെഡിറ്റോമെഡിൻ ആണ്. ഡെക്സ് മെഡിറ്റോമെഡിൻ നമ്മൾ വേറെ ഭാഗത്ത് എവിടെയോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ മരുന്നാണ് ഓൾറെഡി. ഉറക്കം ഉണ്ടാക്കും. സോ ദിസ് കോസസ് സ്ലീപ്പ് ഉണ്ടാക്കും. രണ്ടാമത്തത് ബെൻസോ ഡയസിപ്പിൻസ് ആണ്. ഇതും ഉറക്കം ഉണ്ടാക്കും. ലോറാസിപ്പാം ഉണ്ട്, ഡയസിപ്പാം ഉണ്ട്, മിഡാസോളാം പോലെയുള്ള മരുന്നുകളുണ്ട്. ദെൻ മൂന്നാമത്തെ ഇത് ഉറക്കത്തിനാണ്. മൂന്നാമത്തത് ഓപ്പിയോയിഡ്സ് ആണ്. ഓപ്പിയോയിഡ്സ് നമുക്കറിയാം വേദനാ സംഹാരികളാണ്. ഫെന്റാനിൽ വീര്യമേറിയ മരുന്നുകളാണ്. ഫെന്റാനിൽ മാത്രമല്ല, ഫെന്റാനിൽ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുക ആന്റി കോളിനർജിക് ഡ്രഗ്സ് നമുക്ക് ഉപയോഗിക്കാം. ആന്റി കോളിനർജിക് ഇപ്പോൾ ഉദാഹരണത്തിന് ഡ്രൈ അപ്പ് ദ സെക്രീഷൻസ് കുറയ്ക്കാൻ. പേര് നമ്മൾ ഗ്ലൈക്കോപൈറോലേറ്റ് എന്ന് പറയുന്ന അട്രോപ്പിൻ പോലെയുള്ള മരുന്നാണ്. അഞ്ചാമത്തെ ഗ്രൂപ്പ് ആന്റി എമറ്റിക് ആണ്. ഛർദിൽ ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് പ്രോക്ലോപെരാസിൻ പോലെയുള്ള, സ്റ്റെമറ്റിലൊക്കെ പോലെയുള്ള പ്രോക്ലോർപെരാസിൻ പോലെയുള്ള മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം. ആറാമത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രോപെരിഡോൾ, ഹാലോപെരിഡോൾ പോലത്തെ അതിന്റെ ഒരു ചെറിയ വിഭാഗം മരുന്നാണ്. ന്യൂറോലെപ്റ്റ് അനസ്തീഷ്യ, അനാൾജസിയ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. ഇനി വയറ്റിൽ ആസിഡ് സെക്രീഷൻ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടോൺ പമ്പ്, PPI പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, ഒമിപ്രസോളോ അല്ലെങ്കിൽ റാനിറ്റിഡിൻ പോലെയുള്ള H2 ബ്ലോക്കേഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കും. ദെൻ മസിൽ റിലാക്സ് ചെയ്യാനായിട്ട് നമുക്ക് മസിൽ റിലാക്സൻസ് കൊടുക്കേണ്ടി വരും. മസിൽ റിലാക്സൻസ് ഇപ്പം മിവാക്യൂറിയം ഉണ്ട്, റോക്രോണിയം, സക്സിനൽകോളിൻ അങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. സോ ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഗ്രൂപ്പിന് അഡ്ജുവൻസിനെ നമുക്ക് ചേർത്തിട്ട് വേണമെങ്കിൽ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ, വേണമെങ്കിലല്ല പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. സോ ഇത് ചിലപ്പോൾ അനസ്തീഷ്യയുടെ ഒപ്പം കൊടുക്കാറുണ്ട് കേട്ടോ. സോ ചിലത് ഇപ്പോൾ ആന്റിഎമറ്റിക് ഒക്കെ ആണെങ്കിൽ പോസ്റ്റ് അനസ്തെറ്റിക് മെഡിക്കേഷൻ കൂടിയാണ്. സർജറിക്ക് മുമ്പും ഇടയിലും ശേഷം ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. സോ അപ്പോൾ ഇനി നമുക്ക് മരുന്നുകളെല്ലാം കണ്ടു. അപ്പോൾ ഇനി നമുക്ക് മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് പറയേണ്ടത്. അപ്പോൾ മെക്കാനിസം ഓഫ് ആക്ഷൻ നേരത്തെ മേയർ ആൻഡ് ഓവർടൺ സ്പെല്ലിംഗ് ശരിയാണോ എന്ന് എനിക്ക് കൃത്യം അറിയില്ല. മേയർ ആൻഡ് ഓവർടൺ റൂൾ ആയിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ മെക്കാനിസം ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്. ഇതിനെ യൂണിറ്ററി ഹൈപ്പോത്തിസിസ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. സോ ഇത് പ്രകാരം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ അനസ്തെറ്റിക്, ജനറൽ അനസ്തെറ്റിക്സും ഹൈലി ലിപിഡ് സോലുബിൾ ആണെന്നാണ് പറയാം. ഹൈലി ലിപിഡ് സോലുബിൾ ആയിട്ടുള്ള ഡ്രഗുകളാണ്. ഇവ എന്ത് ചെയ്യും? നമ്മുടെ ന്യൂറോണിന്റെ സെൽ മെംബ്രെയിനകത്തേക്ക് കടന്നിട്ട് ന്യൂറോണിന്റെ സെൽ മെംബ്രെയിനകത്തേക്ക് കടക്കും. എന്നിട്ട് ന്യൂറോണിനെ നിശ്ചലമാക്കുന്നു. ഇവിടെ നിശ്ചലമാക്കും. അല്ലെങ്കിൽ ന്യൂറോണിന്റെ അയോണിക് മൂവ്മെന്റ്, പോസിറ്റീവ് അകത്ത് കയറലും നെഗറ്റീവ് പുറത്തേക്ക് പോലും ഇങ്ങനെയുള്ള എല്ലാ മൂവ്മെന്റ്സ്, അയോണിക് മൂവ്മെന്റ്സിനെ ഇല്ലാതെയാക്കുന്നു, നിശ്ചലമാക്കുന്നു, ഇന്റർഫിയർ ചെയ്യുന്നു. സോ ഇതായിരുന്നു നേരത്തെ ഉള്ള റൂള്. പക്ഷെ ഇപ്പോ ദിസ് ഈസ് നോട്ട് അക്സെപ്റ്റഡ് ഓർ ദിസ് ഈസ് റിജക്ട്. ഇപ്പൊ നമുക്കറിയാം മരുന്നുകളെല്ലാം CNS-ലാണ് പ്രവർത്തിക്കുക, സെൻട്രൽ നർവസ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നു. അതിൽ ഡിപ്രഷൻ ഓർ സപ്രഷൻ ഉണ്ടാകും. ഇപ്പൊ തലാമസിലാണ് ഒരു മരുന്ന് പ്രവർത്തിക്കുന്നതെങ്കിൽ, തലാമസിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? തലാമസിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാകും. ഹിപ്പോക്യാമ്പസിലാണെങ്കിലാണ് അംനേഷ്യ, മറന്നുപോലുണ്ടാകും. കോർട്ടിക്കൽ മോട്ടോർ ഏരിയയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മസിൽ റിലാക്സേഷൻസ് ഒക്കെ ഉണ്ടാകും. സോ ഇവിടെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ CNS-ൽ ഇൻഹിബിറ്ററി ഇമ്പൾസസ് ഉണ്ട്. സോ ഇൻഹിബിറ്ററി ഇമ്പൾസസ് അതിനെ വർദ്ധിപ്പിക്കുക. ഇൻഹിബിറ്ററി ഇമ്പൾസസ് ഈസ് ഇൻക്രീസ് ആൻഡ് സ്റ്റിമുലേറ്ററി ഇമ്പൾസസ്, സ്റ്റിമുലേഷൻ നടത്തുന്ന ഇമ്പൾസസിനെ അവയെ തടയുകയും ചെയ്യുക. ഓർ സ്റ്റിമുലേറ്ററി നമ്മൾ വേറെ വാക്ക് എക്സൈറ്റേറ്ററി ഇമ്പൾസസ് എന്നാണ് പറയുന്നത്. ബ്രെയിനിലെ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? ബ്രെയിനിലുള്ള ഇൻഹിബിറ്ററി ആയിട്ടുള്ളത് ഗാബയാണ്. ഗാബ എന്ത് ചെയ്യും? ഗാബ A ക്ലോറൈഡ് ചാനൽ, ഗാബ റിസപ്റ്റർ ഇതാണ്. ഗാബയിലൂടെ വർക്ക് ചെയ്തിട്ട് അത് ക്ലോറൈഡ് ചാനൽ തുറക്കുന്നു. ക്ലോറൈഡ് ചാനൽ ഇപ്പോൾ ഒരു ന്യൂറോൺ ആണെങ്കിൽ ക്ലോറൈഡ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ സെല്ലിന്റെ അകത്ത് ക്ലോറിൻ കയറും. ക്ലോറൈഡ് കയറി കഴിയുമ്പോഴത്തേക്കും സെൽ ബിക്കം ഹൈപ്പർ പോളറൈസ്ഡ് ആവുന്നു. സെല്ല് പരിപാടിയൊക്കെ നിർത്തി ഉറങ്ങും. സോ ഏതെല്ലാം മരുന്നുകളാണ്? ബാർബിറ്റുറേറ്റ്സ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. ബെൻസോ ഡയസിപ്പിൻസ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. എറ്റോമിഡേറ്റ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. പ്രൊപ്പഫോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. എല്ലാ ഫ്ലൂറിനേറ്റഡ് ഹൈഡ്രോകാർബൺസ് എല്ലാം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന മരുന്നുകളാണ്. സോ ഇത് ഇൻഹിബിറ്ററി ആണ്. രണ്ടാമത്തത് സ്റ്റിമുലേറ്ററി, എക്സൈറ്റേറ്ററി ആയിട്ടുള്ളത് ഏതാണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ ബ്രെയിനിലെ നമ്പർ 1 ഈസ് ഗ്ലൂട്ടമേറ്റ് ആണ്. ഗ്ലൂട്ടമേറ്റിൽ വർക്ക് ചെയ്യുന്ന 3 റിസപ്റ്റർ ഉണ്ട്. നമുക്ക് ഇവിടെ തൽക്കാലം മറ്റൊരു റിസപ്റ്റർ പറയാം, NMDA റിസപ്റ്റർ. സോ ഈ റിസപ്റ്ററിനെയൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആക്ഷൻ കുറയും. സോ ഏതെല്ലാമാണ്? നൈട്രോ
നൈട്രസ് ഓക്സൈഡ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. സിനോൺ, സോ രണ്ടും ഗ്യാസസ് ആണ്. ദെൻ കീറ്റമിൻ NMDA യിലാണ് വർക്ക് ചെയ്യുക. ദെൻ സൈക്ലോപ്രോപ്പെയിൻ NMDA യിലാണ് വർക്ക് ചെയ്യുക. ദെൻ മൂന്നാമത്തത് സ്പൈനൽ കോഡിലും ബ്രെയിൻ സ്റ്റെമ്മിലും ഒക്കെ ഉള്ള ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗ്ലൈസീൻ എന്ന് പറയും. സോ ഗ്ലൈസീന്റെ ആക്ഷൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലും ഇതേ ആക്ഷൻസ് ഒക്കെ നടക്കും. ഗ്ലൈസീൻ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ആക്ഷൻ വർദ്ധിപ്പിക്കുക. അപ്പോൾ ബാർബിറ്റുറേറ്റ്സിന് അങ്ങനെ ചെയ്യാം, പ്രൊപ്പഫോളിന് അങ്ങനെ ചെയ്യാം, എല്ലാ ഫ്ലൂറെയിൻസ് എല്ലാത്തിനും അതേപോലെ വർക്ക് ചെയ്യാനായിട്ട്. ഇനി നാലാമത്തെ ആക്ഷൻ ന്യൂറോൺസിലുള്ള പൊട്ടാസ്യം ചാനൽ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. പൊട്ടാസ്യം ചാനൽ ഓപ്പണേഴ്സ്. പൊട്ടാസ്യം ചാനൽ തുറന്നു കൊടുത്താൽ എന്ത് പറ്റും? സോ ഇത് പൊട്ടാസ്യം ചാനൽ ആണെങ്കിൽ പൊട്ടാസ്യം ചാനൽ K+ ഒക്കെയാണ്. സോ പൊട്ടാസ്യം പുറത്തേക്ക് പോകും, പൊട്ടാസ്യം വിൽ ഗോ ഔട്ട്. പൊട്ടാസ്യം ഇതിനകത്ത് കൂടുതലും, ഇവിടെ പുറത്ത് കുറവാണ്. സോ പൊട്ടാസ്യം പുറത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും ക്ലോറിൻ കയറിയതിന് തുല്യമാണ്, അവിടെ നെഗറ്റീവ് ആകുന്നു. ഹൈപ്പർ പോളറൈസേഷൻ നടക്കും. സോ ആരെങ്ങനെ വർക്ക് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അഗെയിൻ നൈട്രസ് ഓക്സൈഡ് ഇങ്ങനെയാണ്, സീനോൺ ഇങ്ങനെയാണ്, ദെൻ ഫ്ലൂറൈൻസ് എല്ലാം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക, ദെൻ സൈക്ലോപ്രോപ്പെയിനും ഇങ്ങനെയാണ് വർക്ക്. സോ ഇതൊക്കെയാണ് ഈ മരുന്നുകളുടെ പ്രവർത്തന രീതി. സോ ഇത്രയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. സോ ഇനി അടുത്ത വീഡിയോ നമുക്ക് ഗേഷ്യസ് അനസ്തെറ്റിക്സിനെ പറ്റിയാണ് പറയേണ്ടത്. അതിനുശേഷം അടുത്ത അനസ്തെറ്റിക്സിനെ പറ്റി പറഞ്ഞു പോകണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.